പട്ടിണി കിടന്ന് മരിച്ചവന്റെ മുമ്പിൽ 100 കൂട്ടം പലഹാരങ്ങൾ. എന്തായാലും ഇതെൻ്റെ ഡയലോഗ് അല്ല കേട്ടോ, ഒരു ഇൻസ്റ്റ പേജിൽ കണ്ടാണ്. അപ്പം ഞാൻ ആ ഡയലോഗ് അടിച്ചു മാറ്റിയിരുന്നു, സോറി. കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത ആനുകൂല്യങ്ങളായിരിക്കുള്ളൂ മരണശേഷം കിട്ടുന്നത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കഴിച്ചാൽ എന്തെങ്കിലും ആരും നോക്കൂല, ആർക്കും സമയമില്ല, എല്ലാവരും തിരക്ക് തിരക്ക് തിരക്ക്. പക്ഷെ ആ ഒരു വ്യക്തിയുടെ അവസ്ഥ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തി മരിക്കണം. അപ്പം എല്ലാവരും ഇത്രക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നില്ല ഇവിടെ, അറിയൂലട്ടാ, അറിയാണ്ട് പോയിട്ടാ, അങ്ങനൊക്കെ പറയും. എൻ്റെ പൊന്നും മുത്തേളെ, നമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ വലിയ പണക്കാരനും വലിയ സംഭവം ഒന്നല്ല കേട്ടാ. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി ജനിച്ചൊരു വ്യക്തി. എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം 32 വയസ്സായി, ഇതിനിടയ്ക്ക് നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ പട്ടിണി കിടന്നിട്ടില്ല. എൻ്റെ വാപ്പ ഇതുവരെ എന്നെ പട്ടിണി എടുത്തിട്ടില്ല, അതും വേണം പറയാം. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോഴേ ശരിക്കും ഇങ്ങോട്ട് ടച്ച് ചെയ്യും അതിനെക്കുറിച്ച്. നമ്മളെ കയ്യിൽ എന്തെങ്കിലും 5 രൂപ ഉണ്ടെങ്കിൽ ഒരുത്തിന് കൊടുക്കുക, സഹായം ചെയ്യുക. ഈ 5 രൂപ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം റബ്ബ് നിങ്ങൾക്ക് 10 രൂപ തിരിച്ചു തരും. വിശ്വാസത്തിന്റെ പുറത്തന്നെ മുത്ത ജീവിതം തന്നെ. അതില്ലെങ്കിൽ തീർന്ന്. ഇത്രക്കുള്ളൂ, സ്നേഹം മാത്രം. പറ്റാറ്റ.